സാധാരണ നിലയ്ക്ക് എല്ലാവരും പല്ല് തേക്കാറുണ്ട്. എന്നാൽ പ്രവാചകൻ പഠിപ്പിച്ച സുന്നത്താണ് പല്ല് തേക്കൽ എന്ന് കരുതി ചെയ്താൽ അതിന് കൂലിയുണ്ട്. ഇല്ലെങ്കിലോ അതൊരു വെറുമൊരു ശുദ്ധി പ്രവൃത്തി മാത്രമാണ്, അതിന് കൂലിയില്ല. എന്നാൽ റസൂല് പഠിപ്പിച്ച ഇസ്ലാമിലെ ചര്യയാണ് പല്ല് തേക്കൽ എന്ന് ഒരാൾ നിയ്യത്താക്കിയാൽ അതിന് പ്രതിഫലമുണ്ട്. സാധാരണ നമ്മളൊക്കെ കിടന്നുറങ്ങാറുണ്ട്, ആ കിടന്നുറങ്ങുന്നതിന് കൂലി കിട്ടൂല. എന്നാൽ വിശ്രമിക്കാൻ വേണ്ടിയാണ് അള്ളാഹു ഉറക്കം നിശ്ചയിച്ചത്. ഞാൻ ഉറങ്ങിയാൽ എനിക്ക് നാളെ നന്നായി ഇബാദത്ത് ചെയ്യാൻ പറ്റും എന്ന് മനസ്സിൽ ഉദ്ദേശിച്ചാണ് ഉറങ്ങുന്നതെങ്കിലോ ആ ഉറക്കിന് കൂലിയുണ്ട്. നമ്മളൊക്കെ വസ്ത്രം അലക്കുന്നവരാണ്, ഡെയിലി വസ്ത്രം അലക്കും, പുതിയ വസ്ത്രം ധരിക്കും, അതിന് കൂലിയില്ല. എന്നാൽ വസിയാബക്ക ഫതഹിർ, നിന്റെ ഡ്രസ്സ് ക്ലീനാക്കണമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ഭംഗി ഇഷ്ടപ്പെടുന്നു, ശുദ്ധിയാകണമെന്ന് നബി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് ഇസ്ലാമിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് എന്ന് കരുതി ചെയ്താലോ അതിന് കൂലിയുണ്ട്. അപ്പോൾ പതിവായി ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ഇബാദത്താക്കി മാറ്റുന്നതിൻ്റെ അടിസ്ഥാനമായി നിലകൊള്ളുന്നതാണെന്ത്? നിയ്യത്ത്.